പുതിയ ഒരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് USS എക്സാമിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ മാതൃകാ ചോദ്യങ്ങളാണ്. അപ്പം എല്ലാ കൂട്ടുകാരും അവസാനം വരെ ഒന്ന് വീഡിയോ കാണാൻ ശ്രമിക്കണം. ലാസ്റ്റ് നിങ്ങൾക്കായിട്ടൊരു ചോദ്യമുണ്ട്, അതിന് ഉത്തരം നൽകാൻ ശ്രമിക്കണേ. അപ്പോൾ നമ്മൾക്ക് ചോദ്യങ്ങളിലോട്ട് പോവാം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ക്യാബിനറ്റ് മിഷനിൽ അംഗം അല്ലാതിരുന്നത് ആരാണ്? ഓപ്ഷൻസ്: പൃഥ്വിക് ലോറൻസ്, ക്ലമൻ്റ് ആറ്റലി, സ്റ്റാഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ. ഉത്തരം ക്ലമൻ്റ് ആറ്റലിയാണ്. അടുത്ത ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം നടന്നത് എന്നാണ്? ഓപ്ഷൻസ്: 1946 ഡിസംബർ 9, 1946 ഡിസംബർ 6, 1947 ഓഗസ്റ്റ് 14, 1947 ഓഗസ്റ്റ് 15. ഉത്തരം ഓപ്ഷൻ A ആണ്, 1946 ഡിസംബർ 9. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകൾ വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരിയുടെ കാലത്ത് നിലവിലുണ്ടായിരുന്ന നാണയമാണ് വീരരായൻ പണം. വിദേശീയർ ഇതിനെ പൊൻപണം എന്ന് വിളിച്ചു. അടുത്ത ഓപ്ഷൻസ്: 1665 മുതലാണ് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയത്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഒന്നാമത്തേത് മാത്രം ശരിയാണ്, 1ഉം 2ഉം ശരിയാണ്, മൂന്നാമത്തേത് മാത്രം ശരിയാണ്. ഏതാണ് ഉത്തരം? ഓപ്ഷൻ C ആണ്, 1ഉം 2ഉം മാത്രം ശരിയാണ്. അടുത്തത്, 14ാം നൂറ്റാണ്ടിൽ കാശ്മീരിൽ ജീവിച്ചിരുന്ന ഭക്ത കവയിത്രി ആരാണ്? എന്താണ്? അക്ക മഹാദേവി, സൈറാഭായി, ബഹിനാഭായി, ലല്ലാഭായി എന്ന ലാൽദേദ്. ഓപ്ഷൻ D ആണ്, ലല്ലാഭായി എന്ന ലാൽദേദ് ആണ്. അടുത്തത്, എന്താണ് ഉദാസി എന്ന പേരിൽ അറിയപ്പെടുന്നത്? സിഖുകാരുടെ ആരാധനാ കേന്ദ്രം. ഓപ്ഷൻ B ഗുരുനാനാക്ക് തുടങ്ങിവെച്ച സാമൂഹിക അടുക്കള, ഗുരുനാനാക്ക് നടത്തിയ യാത്രകൾ, സിഖുകാരുടെ പുണ്യഗ്രന്ഥം. ഓപ്ഷൻ C ആണ്, ഗുരുനാനാക്ക് നടത്തിയ യാത്രകൾ. അടുത്തത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആരാണ് എന്നതാണ് അടുത്ത ചോദ്യം. ഓപ്ഷൻസ്: സഞ്ജയ് മൽഹോത്ര, സഞ്ജീവ് ഖന്ന, സഞ്ജയ് മൂർത്തി, രാജീവ് കുമാർ. ഓപ്ഷൻ A ആണ്, സഞ്ജയ് മൽഹോത്ര. അടുത്തത്, താഴെ പറയുന്നവയിൽ തെറ്റായത് ഏതാണ്? പത്മാവത്, ഹിന്ദി, മാലിക് മുഹമ്മദ് ജയ്സി, ഗീതാ ഗോവിന്ദം, ബംഗാളി, ജയദേവൻ. അടുത്ത ഓപ്ഷൻ C മുഹിയുദ്ദീൻ മാല, മലയാളം, ഖാസി മുഹമ്മദ്, വചനങ്ങൾ, തമിഴ്, ബസവണ്ണ. ഇതിൽ തെറ്റായത് ഓപ്ഷൻ D ആണ്, വചനങ്ങൾ, തമിഴ്, ബസവണ്ണ. അടുത്ത ചോദ്യം, സൂചനകളിൽ നിന്നും ചരിത്ര സ്മാരകത്തെ തിരിച്ചറിയുക. വിജയനഗര രാജാക്കന്മാരാണ് പണി കഴിപ്പിച്ചത്. രണ്ടാമത്തെ, ശിലാരഥം, ആകർഷകമായ സംഗീത തൂണുകൾ എന്നിവ ഇതിൻ്റെ പ്രത്യേകതകളാണ്. ഓപ്ഷൻ A ആണ്, വിത്തലസ്വാമി ക്ഷേത്രം, വിരൂപാക്ഷ ക്ഷേത്രം, ഹസാര രാമക്ഷേത്രം, ലോട്ടസ് മഹൽ. ഉത്തരം ഓപ്ഷൻ A വിത്തലസ്വാമി ക്ഷേത്രമാണ്. അടുത്ത ചോദ്യം, തെക്കു പടിഞ്ഞാറ് മൺസൂൺ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? ഇന്ത്യയുടെ കിഴക്കൻ ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ നിന്നും വീശുന്ന കാറ്റാണ് ഈ മൺസൂണിന് കാരണം. ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഈ മഴ കൂടുതൽ ലഭിക്കുന്നത്. ഇക്കാലത്ത് സൂര്യൻ്റെ സ്ഥാനം ഇന്ത്യൻ സമുദ്രത്തിന് മുകളിലായിരിക്കും. ഉത്തരം ഓപ്ഷൻ C ആണ്, ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഈ മഴ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഖാരിഫ് വിളകളുടെ കൂട്ടം ഏതാണ്? നെല്ല്, ഗോതമ്പ്, കടുക്, നെല്ല്, ഗോതമ്പ്, തുവര, നെല്ല്, തുവര, പരുത്തി, നെല്ല്, പരുത്തി, കടുക്. ഓപ്ഷൻ C ആണ്, നെല്ല്, തുവര, പരുത്തി. അടുത്ത ചോദ്യം, ലോങ് വാക്ക് ടു ഫ്രീഡം എന്നത് ആരുടെ ആത്മകഥയാണ്? മാർട്ടിൻ ലൂതർ കിങ്, എബ്രഹാം ലിങ്കൺ, നെൽസൺ മണ്ടേല, മഹാത്മാഗാന്ധി. ഉത്തരം ഓപ്ഷൻ C ആണ്, നെൽസൺ മണ്ടേല. അടുത്ത ചോദ്യം, ഭൂമിയിൽ ഭൂവൽക്കത്തിന് താഴെ മാഗ്മ ഉരുകി അർദ്ധദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗം ഏതാണ് എന്നതാണ്? ഉത്തരം ലിത്തോസ്ഫിയർ, അസ്തനോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, ബയോസ്ഫിയർ. 47ാമത്തെ ഉത്തരം ഓപ്ഷൻ B ആണ്, അസ്തനോസ്ഫിയർ. അടുത്ത്, ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗം അല്ലാതിരുന്ന വനിത ആര് എന്നതാണ് ചോദ്യം. അടുത്തത് ഓപ്ഷൻസ്: ആനി മിസ്ക്രി, ദാക്ഷായണി വേലായുധൻ, EK ജാനകി അമ്മാൾ, അമ്മു സ്വാമിനാഥൻ. ഉത്തരം ഓപ്ഷൻ C ആണ്, EK ജാനകി അമ്മാളാണ് നിർമ്മാണ സഭയിൽ അംഗം അല്ലാതിരുന്നത്. അടുത്ത് 49ാമത്തെ ചോദ്യം, ഭരണഘടനയുടെ ഏത് ഭേദഗതിയാണ് ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നത്? ഭേദഗതി 44, 86, 1, 42. ഓപ്ഷൻ D 42 ആണ് ചെറു ഭരണഘടന എന്ന് അറിയപ്പെടുന്നത്. അടുത്തത്, ഓസോൺ ദിനം എന്നാണ്? സെപ്റ്റംബർ 16, മാർച്ച് 22, ഫെബ്രുവരി 2, ജൂൺ 5. ഉത്തരം ഓപ്ഷൻ A സെപ്റ്റംബർ 16.
51-ാമത്തെ ചോദ്യം, എന്താണ് ഘനീകരണ മർമ്മങ്ങൾ? ഓപ്ഷൻസ്: അന്തരീക്ഷത്തിലെ നീരാവി, അന്തരീക്ഷത്തിലെ മേഘങ്ങൾ, അന്തരീക്ഷത്തിലെ വാതകങ്ങൾ, അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങൾ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളാണ് ഘനീകരണ മർമ്മങ്ങളെന്ന് അറിയപ്പെടുന്നത്. അടുത്ത 52-ാമത്തെ ചോദ്യമാണ്, സ്ട്രാറ്റോസ്ഫിയറിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ വായിച്ച് ശരി ഉത്തരം കണ്ടെത്തണം. ട്രോപ്പോസ്ഫിയറിന് തൊട്ട് മുകളിലുള്ള പാളിയാണ്. നിശ്ചിത ഉയരം കഴിയുമ്പോൾ താപം വർദ്ധിച്ചു വരുന്നു. ഓപ്ഷൻസ്: 1 മാത്രം ശരിയാണ്, 2 മാത്രം ശരിയാണ്, 1ഉം 2ഉം ശരിയാണ്, 1ഉം 2ഉം തെറ്റാണ്. ഉത്തരം ഓപ്ഷൻ സി, 1ഉം 2ഉം ശരിയാണ്. ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻസ്: കേരളം, രാജസ്ഥാൻ, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്. ഉത്തരം രാജസ്ഥാനാണ്. അടുത്തത്, സ്ത്രീ ശാക്തീകരണത്തിലൂടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന ലക്ഷ്യമിട്ട് 1998 മെയ് 17 കേരളത്തിൽ ആരംഭിച്ച പദ്ധതി ഏതാണ്? ആശ്വാസകിരണം, സ്നേഹസ്വാതന, സ്നേഹസ്പർശം, കുടുംബശ്രീ. ഉത്തരം ഓപ്ഷൻ ഡി, കുടുംബശ്രീയാണ്. അടുത്ത ലാസ്റ്റ് ചോദ്യം, എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കി അക്ബർ രൂപം കൊടുത്ത ദർശനം ഏതാണ്? സുൽഹ് ഇ കുൽ, ദിൻ ഇലാഹി, ഇബാദത്ത് ഖാന, ദിവാനി കാസ്. ഉത്തരം ഓപ്ഷൻ ബി, ദിൻ ഇലാഹി. അടുത്ത ചോദ്യം കൂട്ടുകാർക്കുള്ളതാണ്. നമ്മുടെ സംസ്ഥാനത്ത് അനുഭവപ്പെടുന്ന വടക്കുകിഴക്കൻ മൺസൂൺ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻസ്: തുലാവർഷം, ഇടവപ്പാതി, മൺസൂൺ മഴ, കാലവർഷം. ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാ കൂട്ടുകാർക്കും വിജയാശംസ നേർന്നുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്.